الرحيم مالك يوم الدين صدق الله العظيم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ എൻ്റെ പ്രിയപ്പെട്ട നേതാക്കൾ നസീർ സഖാഫി, ഖമറു മുസലിയാർ, SSFൻ്റെ കൊട്ടശ്ശേരി യൂണിറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച വേദിയുടെ സമാപനത്തിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു നമുക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സഹോദരന്മാരെ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയാണ് ക്ഷണിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് നമ്മുടെ വേദി വളരെ മഹത്വമുള്ളതാണ്, പവറുള്ളതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു ചെറിയ ചരിത്രം മാത്രം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച് നിങ്ങളെ മുഷിപ്പിക്കാതെ, ഇരിപ്പിടത്തിൽ ഒരുപാട് ഇരുത്തി വെറുപ്പിക്കാതെ പ്രാർത്ഥിച്ച് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയണം. നമുക്കൊക്കെ പരിചയമുള്ള, നമുക്ക് ഒരുപാട് വേദികളിൽ കേട്ട ചരിത്രങ്ങളും പഠിച്ച പാഠങ്ങളുമായിരിക്കാം. എങ്കിലും ബറക്കത്തിന് വേണ്ടി നിങ്ങൾക്ക് മുമ്പിൽ ഒന്നുകൂടെ ഞാൻ അവതരിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട അതാ ഇബ്നു സലമി തങ്ങൾ വളരെ മഹത്വമുള്ളൊരു വ്യക്തിയാണ്. ആ അതാ ഇബ്നു സലമി തങ്ങളുടെ ജീവിതം സഹോദര സഹോദരിമാർ മനസ്സിലാക്കണം. ഇന്ന് നമ്മുടെ ജീവിതം, ആ ജീവിതത്തോട് അടുത്തു പോകാൻ പോലും സാധിക്കില്ല എന്നാണ് സത്യം. ഈമാനുള്ളവരാണ് ഞാനും നിങ്ങളും. ഇല്ലാത്ത ആളുകൾ ഇങ്ങനത്തെ ഒരു വേദിയിലേക്ക് വരില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വളരെ അന്തരീക്ഷം മാറി മറിയുന്ന സമയത്തും വളരെ പ്രയാസപ്പെട്ട് കുരുന്നു മക്കളെ കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ ഉമ്മമാർ വേദിയിലിരിക്കുന്നു. നമുക്ക് ഈമാനിന്റെ വർധന തന്നെയാണ്. പക്ഷേ ബഹുമാനപ്പെട്ട അതാ ഇബ്നു സലമി തങ്ങളുടെ ഈമാനിന്റെ 100-1 പോലും നമ്മുടെ ഹൃദയത്തിലുണ്ടോ ഒന്ന് നമുക്ക് ചിന്തിച്ചു നോക്കേണ്ടതാണ്. നിങ്ങൾ അറിയുമോ, പുതുപ്പ് കച്ചവടം നടത്തി വരുന്ന ബഹുമാനപ്പെട്ട അതാ ഇബ്നു സലമി തങ്ങൾ പുതുപ്പ് കച്ചവടം നടത്തുന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു ദിവസം സാധാരണ കച്ചവടത്തിന് വേണ്ടി കടയിൽ നിന്ന്, ഷോപ്പിൽ നിന്ന് വാങ്ങിയെടുക്കുന്ന പുതപ്പിന്റെ കെട്ടുമായി ബഹുമാനപ്പെട്ട അതാ ഇബ്നു സലമി തങ്ങൾ അതാ കടയിൽ കയറി അവിടുന്ന് തനിക്ക് ആവശ്യമുള്ള പുതപ്പുകൾ എടുക്കുന്നു. ആ പുതപ്പുകൾ എടുത്തതിനു ശേഷം അതാ ഇബ്നു സലമി തങ്ങൾ തന്റെ തലയിലേക്ക് ആ ഭാണ്ഡത്തെ ചുമക്കുകയാണ്. ചുമന്ന അതാ ഇബ്നു സലമി തങ്ങൾ ഓരോ വീട്ടിലേക്കും കയറി ഇറങ്ങുകയാണ്. സാധാരണ നമ്മുടെ വീടുകളിൽ നിന്ന് കയറി ഇറങ്ങുന്നത് പോലെ, ബഹുമാനപ്പെട്ട അതാ ഇബ്നു സലമി തങ്ങൾ അതാ ഓരോ വീടുകളിലും കയറുന്നു. അതാ ഇബ്നു സലമി തങ്ങളെ മാടി വിളിക്കുന്നു, വരൂ വരൂ, എന്റെ വീട്ടിൽ നിങ്ങളുടെ പുതപ്പ് ആവശ്യമുണ്ട്. അതാ ഇബ്നു സലമി തങ്ങൾ അതാ
തന്റെ തലയിലുള്ള കെട്ടുമായി വളരെ പ്രയാസപ്പെട്ട് ആ വീട്ടിലേക്ക് കയറിപ്പോവുകയാണ്. കയറിപ്പോയ അത്താ ഇബ്നു സലമി തങ്ങളുടെ കെട്ട് മെല്ലെ തുറക്കുകയാണ്. തുറന്ന അത്താ ഇബ്നു സലമി തങ്ങളുടെ കെട്ടിലേക്ക് നോക്കിയ മനുഷ്യർ അതാ വളരെ ഭംഗിയുള്ള വളരെ ചന്തമുള്ള ഒരു പുതപ്പെടുക്കുകയാണ്. ആ പുതപ്പങ്ങെടുത്തിട്ട് അവരങ്ങ് നിവർത്തി നോക്കിയപ്പോൾ അത്താ ഇബ്നു സലമി തങ്ങളുടെ കയ്യിലേക്ക് തന്നെ അതിനെ തിരിച്ചു കൊടുക്കുന്ന ഒരു സന്ദർഭം ബഹുമാനപ്പെട്ടവരുടെ ശ്രദ്ധയിൽ പെടുകയാണ്. അത്താ ഇബ്നു സലമി തങ്ങൾക്ക് മനസ്സിലായി അവർക്ക് ഈ പുതപ്പ് ആവശ്യമില്ല. വേറൊരു പുതപ്പെടുത്തവർ പരിശോധിക്കുന്നു. അവർ വീടിന്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. രണ്ടാമതും അതാ കെട്ട് പഴയതുപോലെ കെട്ടി അടുത്ത വീട്ടിലേക്ക് അവരുടെ പാരായണം നടക്കുന്നു. അത്താ ഇബ്നു സലമി തങ്ങളെ അടുത്ത വീടുകളിൽ നിന്നും ആടി വിളിക്കുകയാണ്. അത്താ ഇബ്നു സലമി തങ്ങൾ അവസാനമതാ ആ വീട്ടിലേക്കും കയറിപ്പോയി ആദ്യത്തേതുപോലെ അവരുടെ ഭാണ്ഡം അഴിക്കുകയാണ്. അഴിച്ചു വെച്ച ഭാണ്ഡത്തിൽ നിന്ന് ആദ്യമെടുത്ത പുതപ്പ് അതാ ഇവർക്ക് നൽകുകയാണ്. ആ നൽകിയ പുതപ്പും ഇതേപോലെ അവർ നിവർത്തി നോക്കി തിരിച്ച് അത്താ ഇബ്നു സലമി തങ്ങൾക്ക് തിരിച്ചു നൽകിയപ്പോൾ അത്താ ഇബ്നു സലമി തങ്ങൾക്ക് മനസ്സിലായി ഈ പുതപ്പ് എന്താണാവോ പോകാത്തത്, എന്തേ ആരും സെലക്ട് ചെയ്യാത്തത്, എന്തേ ആർക്കും ഇഷ്ടപ്പെടാത്തത്. വീണ്ടും പല വീടുകളും കയറിയിറങ്ങിയ അത്താ ഇബ്നു സലമി തങ്ങള് അവസാനം തന്റെ കയ്യിൽ ശേഷിച്ച ആ ഒരു പുതപ്പുമായി അത്താ ഇബ്നു സലമി തങ്ങൾ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്നു കരഞ്ഞുപോയി. അത്താ ഇബ്നു സലമി തങ്ങളുടെ കണ്ണീരിങ്ങനെ ചാലിട്ടൊഴുകുകയാണ്. എന്താ വിഷമമെന്ന് ആർക്കും അറിയുന്നില്ല. അത്താ ഇബ്നു സലമി തങ്ങൾക്ക് വല്ലാത്ത സങ്കടം. അവസാനം അതാ ആ വഴിയിലൂടെ പോകുന്ന ആളുകൾ പലരും ചോദിച്ചു, എന്തേ മനുഷ്യ നിങ്ങൾക്ക് സംഭവിച്ചത്? എന്താണ് മനുഷ്യ നിങ്ങൾക്ക് സംഭവിച്ചത്? അവിടുന്ന് പറയണം. ബഹുമാനപ്പെട്ട അത്താ ഇബ്നു സലമി തങ്ങൾക്ക് പറയാൻ സാധിക്കുന്നില്ല. അവസാനം ആ കടയുടെ ഓണർ അവിടുന്ന് തിരഞ്ഞു വരികയാണ്. എന്താണ് അത്താ, നിങ്ങൾക്ക് എന്തു സംഭവിച്ചു എന്നോട് പറയണം. അത്താ ഇബ്നു സലമി തങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്, അവിടുന്ന് ചൊല്ലിക്കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, അവിടുന്ന് പരാതി പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവിടത്തെ കണ്ണീർ, അവിടത്തെ ചാഞ്ചാട്ടമുള്ള നാവിനത് കഴിയുന്നില്ല. അത്താ ഇബ്നു സലമി തങ്ങള് മെല്ലെ മെല്ലെ ആ വന്നിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞൊപ്പിച്ചു കൊടുത്തു, ഓ മനുഷ്യ, ഈ പുതല്ലോ അതാർക്ക് വേണ്ടി നെയ്തുണ്ടാക്കിയതാ, അതാർക്ക് വേണ്ടി പണിയെടുത്തതാ, അതാർക്ക് വേണ്ടി പണിതെടുത്തതാ? അതൊരു മനുഷ്യന് വേണ്ടി പണിതെടുത്തതാണ്, ഒരു മനുഷ്യന് വേണ്ടി നെയ്തെടുത്തതാണ്. എന്നാൽ അത് നെയ്ത വ്യക്തി ആരാണ്? അതും മനുഷ്യര് തന്നെയാണ്. അപ്പൊ ഒരു മനുഷ്യൻ നെയ്തെടുത്ത പുതപ്പ് ഒരു മനുഷ്യന് വേണ്ട എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, രാജാവായ അല്ലാഹ് എന്റെ സഹോദരിമാർ, നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് പടിയിറങ്ങുകയാണ്. പടിയിറങ്ങുന്ന സമയത്ത് അവന്റെ വസ്ത്രവിധാനങ്ങളിലേക്ക് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അവന്റെ വേഷങ്ങളിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അവന്റെ പരിഷ്കാരങ്ങളെ കുറിച്ച് നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ? അവന്റെ നിയന്ത്രണത്തെ കുറിച്ച് നിങ്ങൾ ഏതെങ്കിലും സമയം ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ ചിന്തിക്കാത്ത ഉമ്മമാർ
അങ്ങനെ ഇടപെടാത്ത സഹോദരിമാർ നിങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ അതൊരു ഭാഗമായി, അതൊരു ബുദ്ധിമുട്ടായി, അതൊരു പ്രയാസമായി വരുമെന്നതിൽ ഒരു സംശയവുമില്ല. നിങ്ങൾ അറിയുമല്ലോ, കുറഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് പത്രം, മീഡിയകൾ വിളിച്ചോതിയ സത്യം, അതേ വിവാഹ ദിവസം, വിവാഹം നടക്കുന്ന ദിവസം തന്റെ പിതാവ് വളരെ കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് കടം വാങ്ങിയെടുത്ത മുതലുകൾ അതാ പൊന്നുമോളെ അണിയിച്ചൊരുക്കി അതാ പുതുമാരനെ ഏൽപ്പിക്കാൻ നിൽക്കുകയാണ്. വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. എന്റെ മകളെ ഒരു പുതുമാരനെ ഏൽപ്പിക്കാൻ ഇരിക്കുകയാണ്. ഉപ്പ പുതുമാരനെ കണ്ടെത്തി, ഭക്ഷണപാനീയങ്ങൾ ഒരുക്കി, നാട്ടുകാരെ ക്ഷണിച്ചു, വീട്ടുകാര് വന്നിരിക്കുന്നു. സകല ആളുകളും ആ പന്തലിൽ ഒരുമിച്ചുകൂടി. പക്ഷേ അതാ വിവാഹത്തിന്റെ സമയമെത്തിയപ്പോൾ ആ സഹോദരി നഷ്ടപ്പെട്ടുപോയി. ആ വീട്ടിൽ കാണാനില്ല, അവരുടെ ശ്രദ്ധയിൽ നിന്ന് ഓടിപ്പോയി. ഇതുപോലത്തെ ആയിരക്കണക്കിന് ചരിത്രങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. കൂടെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ പള്ളിയിൽ വന്ന് ഒരു ചെറുപ്പക്കാരൻ വന്ന് കരഞ്ഞു പറഞ്ഞ ഒരു ചരിത്രം നിങ്ങൾ അറിയാതിരിക്കാൻ പാടില്ല. അതേ മണ്ണാർക്കാട് സ്വദേശിയായ ഒരാൾ ഈ വന്നിരിക്കുന്ന വ്യക്തിയുടെ മകളെ വിവാഹാന്വേഷണം നടത്തി. അവിടുന്ന് വിവാഹം കഴിച്ചു കൊടുക്കാൻ കുടുംബങ്ങൾ തമ്മിൽ പൊരുത്തമായി. അവസാനം തീയതി നിശ്ചയിക്കുന്ന സമയം അദ്ദേഹം മനസ്സിലാക്കി ഇവിടെ പ്രശ്നമുണ്ടാകുമെന്ന്. കാരണം ഈ വളർന്നു വരുന്ന മകൾക്ക് 17 വയസ്സേ തികഞ്ഞിട്ടുള്ളൂ. 18 വയസ്സു തികയാൻ ഒരു വർഷം കൂടി ബാക്കി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്റെ മകളെ ഈ വർഷം തരില്ലെന്ന് പറഞ്ഞപ്പോൾ അതാ ചെറുപ്പക്കാരൻ പറയുകയാണ്, നിങ്ങളുടെ മകളെ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്, എന്റെ കുടുംബങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട്, എന്റെ നാട്ടുകാർക്കൊക്കെ പ്രേമമായിട്ടുണ്ട്. പക്ഷേ ഈ വർഷം കഴിയില്ലെങ്കിൽ നിങ്ങൾ അടുത്ത വർഷത്തിനെടുത്തു വെച്ചോളൂ, നമുക്ക് നിശ്ചയിച്ചു വെക്കാം. അവർ പരസ്പരം ധാരണയിലായി. ചെറുപ്പക്കാരൻ വിദേശത്തേക്ക് പറന്നകലുന്നു. അതാ മാസങ്ങൾ കഴിയുന്നു. അവരുടെ ഫോൺ വിളിയിലൂടെ, അവരുടെ സംസാരങ്ങളിലൂടെ അവരതാ പഴയ ജീവിതം ചോദിച്ചറിഞ്ഞപ്പോൾ, അവരുടെ ആദ്യ ജീവിതത്തെ കുറിച്ചറിഞ്ഞപ്പോൾ ചെറുപ്പക്കാരന് ആ പെൺകുട്ടിയെ വേണ്ടേ വേണ്ട. സംസാരത്തിൽ ഒരു ചെറിയ ഒരു വീഴ്ച വന്നപ്പോൾ ആ പെൺകുട്ടി കരഞ്ഞു പറയുന്നു, എനിക്കിനി ആ പുതുമാരൻ വേണ്ടേ വേണ്ട. സഹോദരന്മാർ മനസ്സിലാക്കണം, സഹോദരിമാർ ഉൾക്കൊള്ളണം. എന്തേ ഇവിടെ സംഭവിച്ചത്? ആ ചെറുപ്പക്കാരൻ അവിടുന്ന് ആ ചെറുപ്പക്കാരിയോട് വിളിക്കുന്നതിൽ ചെറിയ ഒരു ശബ്ദം, ചെറിയ ഒരു സംസാര ശൈലി മാറിയതിന്റെ പേരിൽ 10,000 രൂപ ചെലവഴിച്ച ഉപ്പ അവിടുന്ന് വഷളായി പോയി എന്നല്ലാതെ സഹോദരന്മാരെ, ആ ഉപ്പയുടെ കണ്ണീരിനാര് മറുപടി പറയാൻ, ആ ഉപ്പയുടെ ശബ്ദത്തിനാര് മറുപടി പറയാൻ ആ പെൺകുട്ടിക്ക് കഴിയുമോ? ഈ ലോകത്തിലുള്ള ഒരാൾക്കും കഴിയില്ല. അവിടുന്ന് കരഞ്ഞു കരഞ്ഞു പറയുന്ന സമയം, എനിക്കുണ്ടോ മറുപടി കൊടുക്കാൻ? എനിക്കുണ്ടോ അതിനൊരു സമ്മതം മൂളാൻ? എനിക്ക് കഴിയുന്നുണ്ടോ അതുമായി സംവദിച്ച് അവരെ എങ്ങനെ സമാധാനപ്പെടുത്തുന്നു എന്ന് പറയാൻ? അവസാനം ചെറുപ്പക്കാരനോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കലല്ലാതെ നിങ്ങൾക്ക് ക്ഷമിക്കലല്ല
ഇവിടെ ആരൊക്കെ ജീവിക്കുന്നുവോ അവർക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുന്ന അല്ലാഹ്, ഇവിടെ ആരൊക്കെ കോട്ടുവായിടുന്നുവോ അതിനൊക്കെ ശക്തി കൊടുത്ത അല്ലാഹ്, ഇവിടെ ആരൊക്കെ നടക്കുന്നുവോ ചലനശേഷി നൽകിയ അല്ലാഹ്, ആ രാജാവായ അല്ലാഹ് നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി നമുക്ക് വേണ്ടി കഴിവ് നൽകി. ആ അല്ലാഹുവിന് ആരാധന നമിക്കുമ്പോൾ, ആ റബ്ബിന് വേണ്ടി ഇബാദത്ത് ചെയ്യുമ്പോൾ, ആ റബ്ബിന് വേണ്ടി ശുക്ർ ചെയ്യുമ്പോൾ, ആ റബ്ബിലേക്ക് അടുത്തു പോകുമ്പോൾ, ആ റബ്ബെങ്ങാനും ശരിക്കങ്ങ് ചിക്കി പരിശോധിച്ചാൽ, ശരിക്കുമൊന്ന് അളന്നു മുറിച്ചാൽ, ശരിക്കുമൊന്ന് അവിടുന്ന് ഇടപാട് നടത്തിയാൽ, എന്റെ റബ്ബ് എന്ന് പറയുന്ന റബ്ബ്, എന്റെ റബ്ബെന്ന് പറയുന്ന രക്ഷിതാവ്, നിങ്ങൾ ഏതു സമയവും എന്നെ സംരക്ഷിക്കുന്ന റബ്ബെന്ന് പറയുന്ന റബ്ബ്, ആ റബ്ബത് സ്വീകരിക്കുമോ? എന്റെ നിസ്കാരം സ്വീകരിക്കുമോ? എന്റെ നോമ്പ് സ്വീകരിക്കുമോ? എന്റെ ആരാധന സ്വീകരിക്കുമോ? എന്റെ ഇബാദത്തുകൾ സ്വീകരിക്കുമോ? എനിക്ക് ബേജാറ് കൊണ്ട് കരഞ്ഞു പോയതാണ്. എന്റെ പുതപ്പ് ബാക്കിയായതിൽ എനിക്ക് വിഷമമില്ല. എനിക്കെന്റെ സാധനം ശേഷിച്ചതിൽ വെപ്രാളമില്ല. പക്ഷേ എന്റെ രാജാവ് എന്റെ ആരാധന സ്വീകരിക്കാതിരുന്നാൽ, എന്റെ ആരാധന കർമ്മങ്ങളെ അല്ലാഹ് ഏൽക്കാതിരുന്നാൽ, അവിടുന്ന് അതുമായി ബന്ധപ്പെട്ടതിനെ അല്ലാഹ് സ്വീകരിക്കാതിരുന്നാൽ, എനിക്ക് നരകമല്ലേ ശിക്ഷയുള്ളത്? എനിക്ക് നരകമല്ലേ അതിനുള്ള പ്രതിഫലമുള്ളത്? അതെനിക്ക് കിട്ടിക്കൂടാ, അതെനിക്ക് ലഭിച്ചുകൂടാ, എന്റെ കുടുംബങ്ങൾക്ക് ലഭിച്ചുകൂടാ, എന്റെ സദസ്സിലുള്ള ഒരാൾക്കും ലഭിച്ചുകൂടാ, എന്റെ കൂട്ടത്തിലിരിക്കുന്ന ഒരാൾക്കും അത് ലഭിച്ചുകൂടാ. അതുകൊണ്ട് എനിക്ക് കരയലല്ലാതെ മാർഗമില്ല, എനിക്ക് കണ്ണീരൊഴുക്കലല്ലാതെ മാർഗമില്ല, എനിക്ക് കരഞ്ഞ് 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 തീർക്കലല്ലാതെ മാർഗമില്ല. അതുകൊണ്ട് എൻ്റെ ഉമ്മമാർ, എൻ്റെ സഹോദര സഹോദരിമാർ, നല്ല പോലെ മക്കളെ സംരക്ഷിക്കണം. മക്കളുടെ ജീവിതത്തിൽ ഒരു നിയന്ത്രണം വെക്കണം. മക്കൾ പിഴച്ചുപോയിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. മക്കൾ ചതിക്കുഴിയിൽ വീണിട്ട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഉമ്മയുടെയും ഉപ്പയുടെയും കരങ്ങളിലാണ്. അതേ, ഒരുപക്ഷെ നമ്മുടെ അയൽവാസി വന്ന് മകന്റെ പോരായ്മകൾ ഓർമ്മപ്പെടുത്തുമ്പോ ചില ഉമ്മമാർ അതിന് മറുപടി പറയാറെങ്ങനെയാണ്? നീ എന്റെ മകന്റെ കാര്യത്തിൽ ഇടപെടരുത്. ഈ രൂപത്തിലുള്ളൊരു മറുപടി എന്റെ ഉമ്മമാരുടെ നാവുകളിൽ നിന്നുണ്ടാവാൻ പാടില്ല. എന്റെ സഹോദരന്മാരുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല. അല്ലാഹു തആല നമുക്ക് ഖൈറും ബർക്കത്തും ഏറ്റിത്തരട്ടെ. നമ്മുടെ ജീവിതം അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. അല്ലാഹു നമ്മുടെ കുടുംബങ്ങളെ അല്ലാഹു നല്ല നിലയിൽ ജീവിപ്പിക്കുകയും മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്നവരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ പ്രാർത്ഥനയ്ക്ക് തുടക്കം കുറിക്കുകയാണ്. അതിനു മുമ്പ് എന്റെ ചെറുപ്പക്കാരായ ആളുകൾ അവിടെ ഇരിക്കുന്നവരൊക്കെ ഒന്ന് അടുത്ത് വരണം. അത് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും ഇരിപ്പിടങ്ങളിൽ കുറെ സമയമായി ഇരിക്കുന്നു. ആ ഇരിപ്പിടത്തിൽ നിന്നൊന്ന് നിവർന്നു നിന്ന് ഇങ്ങോട്ട് അടുത്തു വരണമെന്ന് ഓർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇലാ ഹളറത്തി റൂഹി നബിയിന വസയ്യിദിന വഹബീബിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഇലാ ഹളറാത്തി മമ്മിൻ അൽ ഫാത്തിഹ.